ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത്. അത് ഫെബ്രുവരി 5-നാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഫെബ്രുവരി 5-ന് നടക്കും. അതോടൊപ്പം ഫെബ്രുവരി 8-ന് അതിൻ്റെ റിസൾട്ട് വരും. ആകെയുള്ള മണ്ഡലങ്ങളെന്ന് പറയുന്നത് 70 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 36 മണ്ഡലങ്ങളിൽ ജയിച്ചാൽ മാത്രമേ ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ. പ്രധാനമായും 3 പാർട്ടികളാണ് ഇവിടെയുള്ളത്. ആം ആദ്മി പാർട്ടി, അതോടൊപ്പം BJP, അതോടൊപ്പം ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്നിങ്ങനെ 3 പാർട്ടികളാണ് അവിടെ ഉള്ളത്. അതിൽ ഭരണ പാർട്ടി ആം ആദ്മി പാർട്ടി, അതോടൊപ്പം പ്രതിപക്ഷം BJP, അതോടൊപ്പം കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എന്ന് പറയാം. പ്രധാനമായും BJP ആണ് ആം ആദ്മി പാർട്ടിക്ക് കടുത്ത എതിരാളി എന്ന് പറയാം അവിടെ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 ഇലക്ഷനിലും കോൺഗ്രസ്സിന് വോട്ടുകൾ പൊതുവെ വോട്ടുകൾ കുറവായിരുന്നു. BJPക്കായിരുന്നു വോട്ടുകൾ കൂടുതൽ. ആദ്മി പാർട്ടിയുടെ കടുത്ത എതിരാളി, കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന BJP ആണ്. ആം ആദ്മിയെക്കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോഴവർ ഒരു കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയും. കാരണം 2024 സെപ്റ്റംബർ 21-ന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതും, അഴിമതി കേസിൽ അറസ്റ്റിലായതും, അതേ തുടർന്ന് അതിഷി മുഖ്യമന്ത്രിയായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു ആ ഒരു പബ്ലിസിറ്റി, അല്ലെങ്കിൽ ആ ഒരു ജനപിന്തുണ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു അതിൻ്റെ ഒരു ഇതായിരിക്കും ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുക എന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം പഴയ പോലുള്ള ആ ഒരു ജനങ്ങൾക്കിടയിൽ ആ ഒരു സ്വാധീനമുണ്ടോ ഇല്ലയോ എന്നത് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലൂടെ ഇലക്ഷൻ്റെ ഫലം വരുമ്പോഴേ നമുക്കത് വിലയിരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്മി പാർട്ടിയും ഈ ഇലക്ഷനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിക്കുന്നതെന്ന് പറയാം. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും കാര്യങ്ങളുമൊക്കെ. BJP ആയിക്കോട്ടെ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ ഒരു അഴിമതി കേസൊക്കെ വന്നതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം ഗുണം ചെയ്യുമെന്ന രീതിയിലാണ് അവരുടെ ഇപ്പോൾ കോൺഗ്രസ് പൊതുവേ വോട്ടിൻ്റെ ലീഡ് ഉയർത്തുവാൻ, അല്ലെങ്കിൽ വോട്ട് കൂടുതൽ പിടിക്കുവാനായിട്ട് കോൺഗ്രസും അവിടെ തയ്യാറെടുക്കുമ്പോൾ നല്ലൊരു മത്സരമായിരിക്കും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേശീയ തലത്തിൽ തന്നെ വളരെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത്. ആകെ 76 മണ്ഡലങ്ങളുണ്ട്. ആകെ 70 മണ്ഡലങ്ങളുണ്ട്. 36 മണ്ഡലങ്ങളിലാണ് 36 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് വേണ്ടിയത് 70 മണ്ഡലങ്ങളിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി 17. അതോടൊപ്പം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജനുവരി 20. അതേ തുടർന്ന് ഫെബ്രുവരി 5-ന് ഇലക്ഷൻ നടക്കും. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണലും നടക്കും. ആദ്മി പാർട്ടിയെക്കുറിച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്നായിരുന്നു അവരുടെ വളർച്ച എന്നത്. 2012 ഒക്ടോബർ 2-നാണ് പാർട്ടി രൂപീകരിച്ചതും. രൂപീകരിച്ചപ്പോൾ തന്നെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് അധികാരം ലഭിച്ചു. പിന്നീട് അത് പിന്തുണയൊന്നുമില്ലാത്തതിനാൽ അത് അധികാരം നഷ്ടപ്പെട്ടു. പിന്നീട് 2015 തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുന്നു. 2020 വീണ്ടും അധികാരത്തിലെത്തുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോൾ അവരാണ് അവിടെ ഭരിക്കുന്നത്. ഒരു പാർട്ടി രൂപം കൊണ്ടൊരു 12 അല്ലെ 13 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നത് വളരെ വലിയൊരു കാര്യമാണെന്ന് പറയാം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള ഇന്ത്യയിലെ പാർട്ടികൾക്കൊക്കെ ഇപ്പോഴും 10 വർഷമായിട്ടൊക്കെയാണ് ഒരു സീറ്റ് അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ഒക്കെ സാധിക്കുന്നത് തന്നെ. പക്ഷേ ഇവർക്ക് വന്ന ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അവർക്ക് 3 തവണ ഭരിക്കാനുള്ളതായിട്ടുള്ള അവസരം ലഭിച്ചു എന്നതും വലിയ കാര്യമാണ്. ഇതിപ്പോൾ 7ാമത്തെ മന്ത്രിസഭയാണ് അവിടെ ഭരിക്കുന്നത്. മന്ത്രിസഭയുടെ കാലാവധിയും ഫെബ്രുവരി 5-ന് അവസാനിക്കും. അപ്പോൾ അതിഷിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അതായത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനെ തുടർന്ന് അതിഷിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ തുടരുന്നതെന്ന് പറയാം. ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഫെബ്രുവരി 5-ന് നടക്കാൻ പോകുന്നത്. ആർമിയോ അതോ BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ എല്ലാവരും ഉറ്റുനോക്കുന്നു ഡൽഹിയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.